കരിയർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. അത് ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒരു തിരിച്ചുപോക്കറിഞ്ഞ സംഭവമല്ല. അങ്ങനെ ഒരു ഒരു വൻ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തൊരു സംഭവം ആയതുകൊണ്ടാണ് പല സമയത്തും കുട്ടികൾ ഒരു 10th ഗ്രേഡ് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് എന്ത് എടുക്കണം അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ മാക്സിമം ആ ഡിസിഷൻ ഇങ്ങനെ തള്ളി 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 നീക്കും, പറ്റുന്നിടത്തോളം തള്ളും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു കാര്യമാണ്, ഇത് തെറ്റിപ്പോയാൽ തീർന്നു എന്നുള്ളൊരു മൈൻഡിലാണ് അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് അവർ ഡിലേ വരുത്താറുള്ളത്. ശരിക്കും നമുക്കിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് ഒരു സ്റ്റെയർ കേസ് ഒക്കെ കയറുകയാണെങ്കിൽ നമുക്ക് താഴെയാണ് ഇപ്പോൾ ഉള്ളത്, മേലെത്തണം. അതിന് ആദ്യം ഓരോ സ്റ്റെപ്പ് കയറി 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 മെല്ലെ മേലെത്തിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ രീതിയിൽ ഈ ഒരു കരിയർ ഡിസിഷനെ ഒന്ന് ബ്രേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിൽ കുട്ടികളെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അത് കംഫർട്ടായിരിക്കും, ഈസി ആയിരിക്കും. ഒരു കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഒരു ഡിസിഷനിലോട്ട് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങളൊരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എത്ര കാലം പഠിക്കണം, ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഡേ ഇൻ ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അവർ എന്തൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ അവരൊരു ദിവസം എന്തൊക്കെ ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ അറിയാനൊന്നും ഒരുപാട് സോഴ്സുകളുണ്ട്. AI ടൂളുകൾ, ChatGPT ആണെങ്കിലോ യൂട്യൂബിൽ വീഡിയോസ് അടിച്ച് നോക്കിയാലോ ഇങ്ങനെ ഇവരുടെ ഒരു ഡേ ഇൻ ലൈഫ് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ആവുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ച അതിനെപ്പറ്റി മാക്സിമം റിസർച്ച് ഒക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡൊക്കെ കാരണം ഇന്നത്തെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ എത്തിയ കുട്ടികൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒരു റിസർച്ച് പോലെയൊക്കെ അവർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കുറച്ച് കാലം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്ക് ഒരു ഐഡിയ കിട്ടും, എന്നെ കൊണ്ട് എന്താണ് പറ്റുക, ഞാൻ എന്താണ് കഴിഞ്ഞ അടുത്തൊരു 25 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അതിൽ എപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അപ്പോൾ ഇന്നത് എന്നെ കൊണ്ട് പോസിബിൾ അല്ല, ഇന്നത് പോസിബിൾ ആണ്. അങ്ങനത്തെ ഒരു ഐഡിയ ബ്രേക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ.